ചിലർക്ക് പിള്ളേരെ കുറിച്ച് ഓർത്തിട്ട് ഉറക്കമില്ല. പിള്ളേരാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങുക. അവരുടെ പരീക്ഷ, ഇപ്പോഴത്തെ പരീക്ഷ തുടങ്ങിയല്ലേ, പിള്ളേരുടെ പരീക്ഷ തുടങ്ങി. എന്തോ ഒരു പേടിയാണ് അമ്മമാർക്കൊക്കെ. ഒത്തിരി പേര് ഇവിടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളാരും വിഷമിക്കരുത്, നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കും, നിങ്ങളുടെ പിള്ളേരെ അനുഗ്രഹിക്കും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ മകൻ്റെ പരീക്ഷയുടെ ടൈം ടേബിൾ അടുക്കളയിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് കറിക്കരിയുകയും കഞ്ഞി വെക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചടാ നാളെ ഏതാടാ പരീക്ഷ എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞത് അങ്ങോട്ട് ചോദിക്കാൻ. അമ്മയ്ക്കേ അറിയത്തുള്ളൂ പരീക്ഷ എന്താ. ടെൻഷൻ അടിച്ച് മരിച്ച് ജീവിക്കുക മകൻ്റെ പരീക്ഷ. സത്യം പറഞ്ഞാൽ അമ്മ എന്നോ പഠിത്തമാണ് ഈ പയ്യനെ പഠിപ്പിക്കാനായിട്ട്. അമ്മ ഇങ്ങനെ പണ്ട് കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ ആ കളക്ടറായി പോയേനെ, ജില്ലാ കളക്ടറായി പോയേനെ. ആ കാലത്തോ പഠിച്ചില്ല. അപ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഒരു വശത്ത് നമ്മൾ കണ്ടമാനം പേടിച്ച് ജീവിക്കുക. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്ന വാക്യങ്ങളെല്ലാം എത്ര മനോഹരമാണ്, എന്തോ ഒരു വലിയ ഒരു ആശ്വാസമാണ് കർത്താവ് നമുക്ക് തരുന്നത്. അതെന്താണ്? പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ കൂടെ കൂടിയിട്ട് ഒത്തിരി കാലമായില്ലേ? നിങ്ങൾ എന്നിട്ട് ആ പ്രശാന്തമായ ജലാശയത്തിലെത്തിയോ? പച്ചയായ പുൽത്തകിടിയിൽ വിശ്രമിക്കുവാണോ? അതോ വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് മരിക്കുവാണോ? അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. വല്ല ഉന്മേഷം ഉണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ആ കയ്യടിയും ഡാൻസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഉന്മേഷമാണ് എല്ലാവർക്കും. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അതാണ് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നവൻ്റെ ശക്തി, ധൈര്യം. വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകും.